ഹലോ ഗൈസ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഞാൻ +2 അന്നൊരു സ്റ്റഡി വ്ളോഗ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ പിന്നെ അതിനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് തൊട്ട് ഞങ്ങളുടെ ലാബ് എക്സാം തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഞങ്ങൾക്കിന്ന് സുവോളജി ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്ന് തന്നെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-3 ദിവസത്തോളം എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾക്കിന്ന് സുവോളജി ആയിരുന്നു. ഞാൻ 2ാമത്തെ ബാച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി വന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഫസ്റ്റ് നമുക്കൊരു ഇൻവെർട്ടിബ്രേറ്റ് ആനിമലും വെർട്ടിബ്രേറ്റ് ആനിമലും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഞങ്ങൾക്കപ്പോൾ പ്ലോൺസ് ആയിരുന്നു ചോദിച്ചത്, അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്. പിന്നെ വെർട്ടിബ്രേറ്റ് റാബിറ്റാണ് ചോദിച്ചത്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആയിരുന്നു ചോദിച്ചത്. പിന്നെ 3ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മോഡലല്ല, ഇത് ജോയിൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തവണ തൊട്ടിപ്പം മറ്റേ ഒറിജിനൽ ജോയിൻറ്റ്സ് വെക്കണമെന്ന് പറഞ്ഞല്ലോ. പ്രാക്ടിക്കലിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് അത് പറഞ്ഞായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കുമല്ലോ, ഒറിജിനൽ ജോയിൻറ്റ്സ് വെക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഒറിജിനൽ സ്കെലിറ്റൻ ആയിരുന്നു അവിടെ വെച്ചത്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചത് സൈനോവിയൽ ജോയിൻറ്റിൽ ഹിഞ്ച് ജോയിൻ്റ് ആയിരുന്നു ചോദിച്ചത്, കൈയുടെ ഈ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, ലൊക്കേഷൻ, അതെല്ലാം. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മോഡൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ. അത് ഞങ്ങളോട് ഹേർട്ടാണ് ചോദിച്ചത്. ഹേർട്ടിനകത്ത് അയോർട്ട, അതായിരുന്നു അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. പിന്നെ അതിൻ്റെ ഫങ്ഷന് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 വീഴും. അത് നമുക്ക് സ്ലൈഡ് ഒബ്സർവ് ചെയ്യാനായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് 6 ചോദിച്ചത് നമ്മുടെ ഇതിൽ മസിൽസിൽ സ്ട്രൈയേറ്റഡ് മസിൽസ് ആയിരുന്നു. മറ്റേ നോൺ സ്ട്രൈയേറ്റഡും കാർഡിയാകും. ഞങ്ങൾക്ക് അപ്പോൾ ചോദിച്ചത് സ്ട്രൈയേറ്റഡ് മസിലായിരുന്നു. പിന്നെ 7ാമത്തെ ഇത് ടെസ്റ്റിസും ഓവറിക്കകത്തും ബ്ലാസ്റ്റോസിസ്റ്റിനകത്തും ഞങ്ങൾക്ക് ചോദിച്ചത് ബ്ലാസ്റ്റോസിസ്റ്റ് ആയിരുന്നു. അതായിരുന്നു അവിടെ എഴുതേണ്ടത്. അതിൻ്റെ 2നെ പാഠം. പിന്നെ 8ാമത് വിസറ ഓഫ് ഫ്രോഗ്, അതിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങളോട് പറഞ്ഞ ലങ്സും സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനും പിന്നെ യൂറിനറി ബ്ലാഡർ ഇത്രയും മാർക്ക് ചെയ്യാനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ ഹോമോലോഗസ് ആയിരുന്നു ഞങ്ങളോട് ചോദിച്ചത്. ഞങ്ങളുടെ തൊട്ട് മുമ്പിലത്തെ, ഞാൻ സെക്കൻഡ് ബാച്ച് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബാച്ചിലുള്ളവരോട് ചോദിച്ചത് ഇതായിരുന്നു, പാത്തോജനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. പക്ഷേ ഞങ്ങളോട് ചോദിച്ചത് ഇതായിരുന്നു, ഹോമോലോഗസ്, അതിൻ്റെ സംഭവമായിരുന്നു ചോദിച്ചത്. കാണിച്ചത് ഹോമോലോഗസും ആയിരുന്നു. അതിൻ്റെ സിഗ്നിഫിക്കൻസ് അതും എഴുതാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 10ാമത്തെ ക്വസ്റ്റ്യൻ, അത് നമ്മുടെ എക്സ്പെരിമെൻറ്റ്, യൂറിൻ സാമ്പിൾ തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചത് ഇതായിരുന്നു, പ്രസൻസ് ഓഫ് ആൽബുമിൻ, അത് ഐഡൻറ്റിഫൈ, ടെസ്റ്റ് ഫോർ ആൽബുമിൻ ആയിരുന്നു ചെയ്യാൻ പറഞ്ഞത്. സാലിസൈലിക് ആസിഡൊക്കെ വെച്ചിട്ടുള്ള, അത് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. അത് ചെയ്തു. അത് ടീച്ചറിനെ കാണിച്ചപ്പോൾ ടീച്ചർ ജസ്റ്റ് അതിൻ്റെ പ്രൊസീജിയർ ചോദിച്ചതേ മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മുടെ ചീക്ക് സെല്ല്, ബ്ലഡ് സ്മിയർ അല്ല ചോദിച്ചത്. ഞങ്ങളുടെ ബാച്ചിലും ഞങ്ങളുടെ തൊട്ട് മുമ്പിലത്തെ ബാച്ചിനും എല്ലാം ചീക്ക് സെല്ലാണ് ചോദിച്ചത്. അപ്പോൾ അത് ചെയ്ത് അതിനകത്ത് ടീച്ചർ ചോദിച്ചത് ഏത് ടൈപ്പിലുള്ള സെല്ല, സ്ക്വാമസ് എപ്പിത്തീലിയൽ സെല്ല, അത് ചോദിച്ചു. പിന്നെ എന്തായിരുന്നു, വേറെ ഏതെങ്കിലും ഒരു ടിഷ്യൂവിൻ്റെ പേര് പറയാൻ പറഞ്ഞു എന്നോട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ടിഷ്യൂവിൻ്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മറ്റേ സ്ട്രൈറ്റഡ്, നോൺ സ്ട്രൈറ്റഡ് അതെല്ലാം പറഞ്ഞു. മസിൽ ടിഷ്യൂ പറഞ്ഞു, അതിനകത്ത് അവരുടെ 3 പേരുടെയും പേര് പറഞ്ഞു. പിന്നെ സ്ട്രൈറ്റഡിൻ്റെ മറ്റൊരു പേര് ചോദിച്ചു. ഇതെവിടെയാണ് കാണുന്നത്, ആ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്. അല്ലാതെ പിന്നെ ഇത് സ്ലൈഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം നമ്മളോട് ഇതൊക്കെ ചോദിച്ചായിരുന്നു. ഇത് നമ്മുടെ ബ്ലഡിൻ്റെ WBCയുടെ ഏതെങ്കിലും പേര് പറയാൻ, RBCയുടെ പേര് പറയാൻ, പിന്നെ RBCയിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, അത് ഏറ്റവും കൂടുതൽ ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും കുറവ് ഏതാണ്, ഓരോന്നിൻ്റെയും അളവ് എത്ര % ആണ്, പിന്നെ RBCയുടെ ഫങ്ഷൻ എന്താണ്, അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻ ടീച്ചറിങ്ങനെ എന്നോടും ചുറ്റുമുള്ളവരോടും ഒക്കെ ചോദിച്ചായിരുന്നു. പിന്നെ യൂറിനിൽ പ്രോട്ടീൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ ഈ ആൽബുമിൻ കാണുമ്പോൾ അത് ഏത് ഡിസീസാണ്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചുറ്റും ചോദിക്കുന്നതൊക്കെ കേട്ടു. പക്ഷേ ചോദിച്ചതിനെല്ലാം എനിക്ക് ആൻസർ പറയാൻ പറ്റി. എനിക്ക് സുവോളജി പ്രാക്ടിക്കൽ ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നിയത്. പക്ഷേ ഞാൻ ചെല്ലാൻ അല്പം ലേറ്റായി, താമസിച്ചകത്ത് കയറിയത്. അപ്പോഴത്തേക്കും എൻ്റെ ബാച്ചിലുള്ളവരെല്ലാം കയറിയത്, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സുവോളജി ഭയങ്കര എളുപ്പമായിരുന്നു. ആൻസർ പറഞ്ഞപ്പോഴും ഒന്നും കുഴപ്പമില്ലായിരുന്നു. നല്ല മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും കഴിഞ്ഞവരുണ്ടെങ്കിൽ അവരൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുക. ഇനിയും കഴിയാനുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഇനിയും പറ്റുന്ന അത്രയും പ്രാക്ടിക്കൽ വീഡിയോസിൻ്റെ ഈ ഒരു റിവ്യൂ പോലെ ഞാൻ ഇടാൻ നോക്കാവേ. ഓക്കെ, ബൈ ബൈ.